ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ബി.ജെ.പി പോര് കനക്കുന്നു. സംസ്കാരം നടന്നിടത്ത് സ്മാരകം പണിയാൻ കഴിയാത്തതിന് പിന്നിൽ ബി.ജെ.പി ആണെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ യു.പി.എ സർക്കാരിന്റെ കാലത്തെ തീരുമാനമാണ് കാരണമെന്നാണ് ബി.ജെ.പിയുടെ മറുപടി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സംസ്കാരം നടക്കുന്നിടത്ത് സ്മാരകം വേണമെന്നായിരുന്നു കോൺഗ്രസ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ മൃതദേഹം യമുനാ തീരത്തുള്ള നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിക്കുമെന്നും സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയിക്കുമെന്നും കേന്ദ്രം മറുപടി നൽകി. ഇതോടെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ബി.ജെ.പിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ച് രംഗത്തെത്തിയത്. സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ ആരോപിച്ചു. പഞ്ചാബിന്റെ പുത്രന് ഉചിതമായ സ്മാരകം പണിയണമെന്നും ബാജ്വ ആവശ്യപ്പെട്ടു. സ്മാരകത്തിനുള്ള സ്ഥലത്ത് സംസ്കാരം നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്തത് ഞെട്ടിപ്പിക്കുന്നുവെന്ന് അകാലിദൾ നേതാവ് സുഖ്ബീർ ബാദൽ പറഞ്ഞിരുന്നു. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ സർക്കാർ അപമാനിച്ചുവെന്നായിരുന്നു ജയറാം രമേശിന്റെ ആരോപണം. പിന്നാലെ കോൺഗ്രസ് ആരോപണങ്ങൾക്കെതിരെ കേന്ദ്രം തന്നെ രംഗത്തെത്തി. ഇപ്പോൾ ഉയരുന്നത് അനാവശ്യ വിവാദമാണെന്നും സ്മാരകങ്ങൾക്ക് സ്ഥലം നൽകേണ്ടതില്ല എന്നായിരുന്നു യു.പി.എ സർക്കാർ നിലപാടെന്നും കേന്ദ്രം തിരിച്ചടിച്ചു. സ്മാരകത്തിനായി സ്ഥലം നൽകുമെന്നും ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഇത് കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറേണ്ട നടപടികൾ ഉള്ളതിനാലാണ് നിഗംബോധ് ഘട്ടിൽ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചതെന്നും കേന്ദ്രം വിശദമാക്കി. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് സ്ഥലം അനുവദിച്ചത് ആ ഉത്തരവ് മറികടന്നല്ലേ എന്നും കോൺഗ്രസ് മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതേ വികാരം മൻമോഹൻ സിംഗിന്റെ കാര്യത്തിലുണ്ടായില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അതേസമയം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിൽ അനാദരവിന്റെയും കെടുകാര്യസ്ഥതയുടെയും പ്രകടനമാണ് നടന്നതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിയുടെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പവൻ ഖേരയാണ് ആരോപണം ഉന്നയിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാഹനവ്യൂഹം ശവസംസ്കാര ചടങ്ങുകൾ തടസ്സപ്പെടുത്തി എന്ന ആരോപണങ്ങളും പവൻ ഖേര ഉന്നയിക്കുന്നുണ്ട്. മനു ഭരത് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. മനു, വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിനെ സംബന്ധിച്ചും കോൺഗ്രസ് ഉയർത്തുന്നുണ്ടല്ലോ, എന്തൊക്കെയാണത്? കോൺഗ്രസ് നേതാവ് പവൻ ഖേരയാണ് ഇപ്പോൾ രൂക്ഷമായ മറ്റു വിമർശനങ്ങളുമായി എത്തിയത്. ഒന്നാമത്തെ വിമർശനമായി പവൻ ഖേര ഉന്നയിക്കുന്നത് പതാക കൈമാറുന്ന ഘട്ടത്തിൽ മന്ത്രിമാരോ എഴുന്നേറ്റില്ല. അതേസമയം ജിഗ്മെ വാങ്ചുക്, വിദേശത്ത് നിന്നെത്തിയ ജിഗ്മെ വാങ്ചുക് പോലും അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ അവിടെ എഴുന്നേറ്റ് നിന്നില്ല. അതോടൊപ്പം തന്നെ കുടുംബത്തിന് ആ 3 സീറ്റുകൾ മാത്രമാണ് ഈ സംസ്കാര ചടങ്ങുകളിൽ നൽകിയത്. മൻമോഹൻ സിംഗിന്റെ കൊച്ചുമക്കൾക്ക് അവിടെ എത്താൻ, ആ ചിതയ്ക്ക് സമീപമെത്താൻ ഇടിച്ചു കയറി വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ഒടുവിൽ കോൺഗ്രസ് ബഹളം വെച്ചതിനെ തുടർന്നാണ് കുടുംബത്തിന് കുറച്ചുകൂടെ പരിഗണന കിട്ടിയത് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ അമിത്ഷായുടെ വാഹന വ്യൂഹം അവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ദൂരദർശന് മാത്രമാണ് സംസ്കാര ചടങ്ങുകൾ കവർ ചെയ്യാനുള്ള അനുമതി കൊടുത്തത്. ഈ ദൂരദർശനാകട്ടെ മുഴുവൻ സമയവും പ്രധാനമന്ത്രിയും അമിത്ഷായും മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഈ ചടങ്ങിൽ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന് കിട്ടേണ്ട ഒരു പ്രാധാന്യവും അവിടെ കിട്ടിയില്ല. മൻമോഹൻ സിംഗിന്റെ മക്കൾ ഉപീന്ദർ, അതുപോലെ ദാമൻ, അമൃത് തുടങ്ങിയ ആളുകൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന അവിടെ കിട്ടിയില്ല. ഗുർഷരൻ കൗറിന് വേണ്ട അംഗീകാരം കിട്ടിയില്ല. മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രി തുടർച്ചയായി അപമാനിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് എന്ന് പവൻ ഖേര പറയുകയും ചെയ്യുന്നു. പക്ഷേ ബി.ജെ.പി അതിനെതിരെ ശക്തമായി തിരിച്ചടിച്ചു. ബി.ജെ.പി പറയുന്ന മൻമോഹൻ സിംഗിന് ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം അധിക്ഷേപിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസ് കീറിക്കളഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. തുടർന്ന് മൻമോഹൻ സിംഗ് സർക്കാരിൽ നിന്ന് താൻ വെച്ചാലോ എന്ന ആലോചനകൾ വരെ നടത്തിയതായി മൊണ്ടക് സിംഗ് അലുവാലിയ തൻ്റെ പുസ്തകത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മൊണ്ടക് സിംഗ് അലുവാലിയോടാണ്, പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനായ മൊണ്ടക് സിംഗ് അലുവാലിയോടാണ് തനിക്ക് ഈ വിഷയത്തിൽ ദുഃഖമുണ്ടെന്നും തനിക്ക് രാജിവെച്ചാൽ കൊള്ളാം എന്നുണ്ട് എന്ന നിലപാടും മൻമോഹൻ സിംഗ് അറിയിച്ചത്. അങ്ങനെ ആ ഘട്ടത്തിലൊക്കെ മൻമോഹൻ സിംഗിനോട് കടുത്ത അവഗണന കാണിച്ച കോൺഗ്രസ് ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ പേര് പറഞ്ഞു വരുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ബി.ജെ.പി ചോദിക്കുന്നു. അർഹിക്കുന്ന അംഗീകാരം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ലഭിക്കും എന്ന് ബി.ജെ.പി പറയുകയും ചെയ്യുന്നു. അതേസമയം ഈ സംസ്കാര ചടങ്ങുകൾ അനാദരവിൻ്റെയും അതുപോലെ കെടുകാര്യസ്ഥതയുടെയും കൃത്യമായ പ്രകടനം മാത്രമാണ് ഈ സംസ്കാര ചടങ്ങിൽ നടന്നത് എന്ന് ശക്തമായി ആരോപിക്കുകയാണ് കോൺഗ്രസ്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്.